കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. വിയപുരത്ത് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും വിയപുരത്തെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. കർത്താവ് അനേകരെ വിടുവിച്ചു. അപ്പോൾ തന്നെ അവിടെ പറഞ്ഞ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഇതാണ്: യേശുവിനെ അറിയുക. യേശുവിനെ അറിഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയാം. നമ്മൾ ക്രിസ്തു വരുന്നതിന് മുമ്പ് പഴയ നിയമകാലത്ത് മനുഷ്യർ അന്നും ദൈവവിചാരം ഉണ്ടായിരുന്നു. ദൈവത്തെ അവർ യാഗ വഴിപാടുകളൊക്കെ നടത്തി പ്രസാദിപ്പിക്കാൻ നോക്കി. ദൈവത്തെ അവർ ദൈവമേ എന്നാണ് വിളിച്ച്, ഈശ്വര എന്ന് വിളിച്ച് മാറി നിന്ന് ഒരു ഭയങ്കരമായ ദൈവത്തെ, ശിക്ഷിക്കുന്ന ദൈവത്തെ, ഓരോ തെറ്റിന് ശിക്ഷ കൊടുക്കുന്നൊരു ദൈവത്തെയാണ് അവർക്ക് പിടികിട്ടിയത്. എന്നാൽ ക്രിസ്തു വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ ഒരാത്മീയ സത്യം ലോകത്തിനാണ് കൊടുത്ത്. നിങ്ങൾ ദൈവത്തെ ഇനി കേവലം ദൈവമേന്നോ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമേന്നോ ഒന്നും അല്ല വിളിക്കേണ്ടത്. പിതാവേ, ദൈവം നമ്മുടെ എല്ലാം ഒരു പിതാവാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. യേശു ക്രിസ്ത്യാനിയോടല്ല പറഞ്ഞത്, യേശു യഹൂദനോടുമല്ല പറഞ്ഞത്, സകല മാനവജാതിക്കും. നമ്മളെല്ലാം സൃഷ്ടിച്ച ഒറ്റ ദൈവമാണ്, ഒറ്റ ഈശ്വരന്. ആ ഈശ്വരനെ ഭയന്ന് മാറി നിൽക്കേണ്ട. ഒരു കുഞ്ഞ് ഓടി അപ്പൻ്റെ മടിയിൽ കയറുന്ന പോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപിതാവാണ്. നമ്മുടെ പാപത്തിന് നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്ത്. അല്ലേ, നമ്മുടെ മക്കൾക്കൊരു തെറ്റ് പറ്റിയാൽ അവർക്ക് ഒരു ശിക്ഷ വരുമെങ്കിൽ അത് ഞാനെടുത്തോളാം, അവരെ വെറുതെ വിട്ടരെന്ന് പറയുന്ന പോലെ ആ പിതാവ് മനുഷ്യനായി ഇവിടെ അവതരിച്ചു, നമ്മുടെ തെറ്റുകൾ ഏറ്റെടുത്തു. അതാ ക്രിസ്തു. യേശു ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ആർക്കും യേശുവിനെ ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. പിതാവിനെ വെളിപ്പെടുത്തി സ്വന്തം ആ പിതാവ് തന്നെയാണ് ഇവിടെ ഇറങ്ങി വന്നത്. അതാണ് യേശു. സോ യേശു ക്രിസ്തുവിനെ അടുത്തറിയുന്നതോടുകൂടെ കർത്താവിനെ അറിയാം എന്ന വചനമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. വചനത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള നിരവധി തെറ്റിദ്ധാരണകളുടെ ഒരു കൂമ്പാരമാണ് നിങ്ങൾ ഞാനും. ദൈവം എനിക്ക് അങ്ങനെ ചെയ്യുമോ, ദൈവം എനിക്ക് ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മളിലുള്ള മതപരമായ ചില പരിമിതമായ അറിവുകളിൽ നിന്നുമൊക്കെ ദൈവത്തെക്കുറിച്ചും ദൈവം എന്താ നമ്മളിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ നമ്മുടെ ശത്രുവായ സാത്താൻ മുതലെടുത്ത് നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും പല ആക്രമണങ്ങളിലും പല പ്രശ്നങ്ങളിലും ഇങ്ങനെ കുടുക്കിയിടുക സാധ്യതയുണ്ട്. ഞാനും ഓർത്തത്, എൻ്റെ ഭവനത്തിൽ ശരിയാ കഴിഞ്ഞ 2 തലമുറ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇത് ഞങ്ങളും ചുമക്കേണ്ടി വരും എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവം തമ്പുരാൻ്റെ പദ്ധതി ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആഹാ, ഞാനിതൊന്നും ചുമക്കേണ്ട ആവശ്യമില്ല, യേശു കാൽവറിയിൽ ഇതെല്ലാം ചുമന്നു. അപ്പോൾ ആ അറിവ് എന്നെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തി. ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിലുടനീളം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഒരു പൂർണ്ണമായ അറിവല്ലായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1:1 പഴയ നിയമത്തിലെ പിതാക്കന്മാരെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പണ്ട് ഭാഗമായി സംസാരിച്ചു. ഓൾഡ് ടെസ്റ്റ്മെന്റ് വാസ് എ പാർഷ്യൽ റെവലേഷൻ. അപ്പോൾ അവിടെ നോക്കി ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അറിയാനൊക്കില്ല. ഇനി എന്തിന്, യേശു കർത്താവ് ഇവിടെ വന്നപ്പോഴാണ് ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തത്. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ ഇപ്പോൾ സകലവും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യവും നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തെ ഇവിടെ വാസ്തവമായി വെളിപ്പെടുത്തത്. ദൈവം ഒന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കൊരു ദൈവം, ഹിന്ദുവിനൊരു ദൈവം, മുസൽമാനൊരു ദൈവം, അങ്ങനെ ദൈവമില്ല. ഒരൊറ്റ ദൈവമേ ഉള്ളൂ.
ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവം മനുഷ്യന് മനസ്സിലാകുന്ന നിലയിൽ അവിടുന്ന് സ്നേഹമാനാ, അവിടുന്ന് വിടുവിക്കുന്നവനാ, പാപികളിൽ നിന്ന് മാറി നിൽക്കുന്നവനും കുറ്റക്കാരെ ശിക്ഷിക്കുന്നവനുമല്ല, മറിച്ച് കുറ്റക്കാരുടെ ശിക്ഷ സ്വയം വഹിക്കുന്ന ഒരു സ്നേഹവാനായ പിതാവ് ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. പുസ്തകത്തിൻ്റെ ഏടുകളിൽ, പേപ്പറുകളിൽ ദൈവത്തെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ദൈവവചനം ഇനി അക്ഷരങ്ങളിലല്ല, ദൈവവചനം വ്യക്തിയായി നമ്മുടെ ഇടയിൽ വന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ മധ്യത്തിൽ വന്നു. അവൻ യഹൂദൻ്റെ ദേവനല്ല, അവൻ മാനവജാതിയുടെ രക്ഷകനാണ്. ദൈവത്തെ കർത്താവ് വെളിപ്പെടുത്തി. 1-2 വാക്യങ്ങൾ വായിക്കാം. അതിനുശേഷം ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഇടയിലുള്ള പല തെറ്റിദ്ധാരണകളുടെ ചോദ്യമുണ്ട്. അതിന് മറുപടിയായി കർത്താവും അപ്പോസ്തലന്മാരും ക്രിസ്തുവിലൂടെ ലഭിച്ച, ക്രിസ്തുവിലുള്ള വെളിപ്പാടിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുന്നത് നമുക്കും അനുഗ്രഹമായിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 1:18, പിന്നീട് യോഹന്നാൻ 14:8-9, പിന്നെ കൊലോസ്യർ 2:9. ഈ വേദഭാഗങ്ങൾ പറയുന്നത് ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണത ഇരിക്കുന്നത്. ദൈവത്തെ മാനവജാതിക്ക് വെളിപ്പെടുത്തിയത് ക്രിസ്തുവാണ്. ദൈവം തമ്പുരാൻ്റെ എന്തെങ്കിലും അറിയണോ, ക്രിസ്തുവിനെ നോക്കിയാൽ മതി. നമുക്ക് ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം 1:18 വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രനിലൂടെയാണ് ദൈവം വെളിപ്പെട്ടത്. ദൈവത്തെ നേരിട്ട് ആരും കണ്ടിട്ടില്ല, കാണത്തുമില്ല. He is revealed through the Son Jesus Christ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാവാം ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് ഫിലിപ്പോസ് ആവശ്യപ്പെട്ടപ്പോൾ യേശു എന്ത് പറഞ്ഞു? വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:8-9. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, യേശുവിനെ കണ്ടാ മതി. ദൈവത്തിന് രോഗിയോടുള്ള മനോഭാവം എന്താണെന്ന് അറിയാൻ ഏത് നോക്കിയാൽ മതി? യേശു രോഗിയോട് എങ്ങനെയായിരുന്നു നോക്കിയാൽ മതി. ദൈവത്തിനൊരു പാപിയോടുള്ള, ഒരു കൊലപാതകയോടുള്ള, കൊള്ളക്കാരനോടുള്ള മനോഭാവം എന്താണെന്നറിയാൻ ഏത് നോക്കിയാൽ മതി? യേശുവിൻ അവരോട് എങ്ങനെയായിരുന്നു നോക്കിയാൽ മതി. ആമേൻ. ഇനി ആദിമ സഭയിൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2:9 വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ചില ദുരുപദേശ ശാഖകൾ, ജ്ഞാനവാദം പോലുള്ള, നോസ്റ്റിസിസം പോലുള്ള ശാഖകൾ ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിലാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. കൊലോസ്യർ 2:9 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടോ? ദൈവം പൂർണ്ണമായി ഒരു വ്യക്തിയിൽ വാസം ചെയ്തു, അതാ യേശു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, ആ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, ആ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവനുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ശാപവിമോചനമുണ്ട്. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാ. ആ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങും. യേശു രക്ഷകനായി വന്നെങ്കിൽ ഇനി അതേ യേശു ന്യായാധിപനായി വരും. അവൻ രാജാവായി വേഗം വരുന്നത് കൊണ്ട് ആർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അകത്തെ ഒത്തിരി ചോദ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ക്രിസ്തുവിനുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദൈവം രോഗം തരുമോ? ദൈവമാണോ ഈ രോഗങ്ങളൊക്കെ തരുന്നത്? പലപ്പോഴും മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പോൾ, എങ്ങാലും കർത്താവെ എന്തിനാ എനിക്കിത് വരുത്തിയേ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ക്രിസ്തു അന്നത്തെ യഹൂദന്മാരുടെ ഇടയിലും ഈ രോഗവും പ്രയാസമൊക്കെ ദൈവം കൊടുക്കുന്നതെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്നവണ്ണം കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ ഇവിടെ എടുത്ത് വായിക്കാൻ പോവാ. അതെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കോസ് 11:11 മുതലും ലൂക്കോസ് 10:17 മുതലും ലൂക്കോസ് 13:11 മുതലും വേദഭാഗങ്ങളോട് വായിക്കും. ആദ്യമായി ലൂക്കോസ് 11:11 മുതൽ
15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കുമോ? മക്കള് മുട്ട ചോദിച്ചാൽ തേളിനെ നമ്മൾ കൊടുക്കുമോ? ഇല്ല. അടുത്ത വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. മത്തായി പറയാ നന്മ എത്രയധികം കൊടുക്കുന്നു. ഇതേ കാര്യം മത്തായി പറയുമ്പോൾ എന്ത് കൊടുക്കുന്ന? അവൻ ദൈവം എന്തേ കൊടുക്കത്തുള്ളൂ? യാക്കോബിന്റെ ലേഖനം പറഞ്ഞ എല്ലാ നല്ല ദാനവും പിതാവിൽ നിറങ്ങി വരുന്നു. അതേ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയണ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളോ ഞാൻ നിനക്കുള്ള പ്രയാസങ്ങളും ദോഷങ്ങളും ദൈവം തന്നതല്ല. ചെല്ലു പറയും, എൻ്റെ ബ്രദറെ ദൈവം ഇത് തന്നിരിക്കുക, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നെ, എന്നെ ചതിക്കല്ലേ, ദൈവം തന്നതിന് മാറാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പറയല്ലേ. ദൈവം തന്നതാണെങ്കിൽ പിന്നെ എന്തിനാ മരുന്ന് പുരട്ടുന്നത്? ദൈവം തന്നതാണെങ്കിൽ ആശുപത്രി പോകുന്നു. ചെല്ലു പറയുന്നത് എന്നെ ഒന്ന് പരീക്ഷിച്ച് കുറച്ചുകൂടെ ശോധന ചെയ്ത് പൊന്നു പോലെ ആക്കാൻ രോഗം തന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ പൊന്ന്, കുറച്ചുകൂടെ ബെസ്റ്റ് പൊന്നും പ്ലാറ്റിനും ഒക്കെ ആകട്ടെ. എന്തിനാ ഇപ്പം ഡോക്ടറെ അടുത്ത് പോകുന്നത്? ചെല്ലു പറഞ്ഞ പൗലൂസിന് ശൂലം കൊടുത്ത പോലെ പൗലൂസ് ഭയങ്കര സുവിശേഷ വേലയായിരുന്നു. ഈ പുള്ളിക്കാരൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ശൂലം കൊണ്ട് നടക്കുക. ഇതൊരു വലിയ ഭോഷ്കാണ് സാത്താൻ്റെ. ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മുടെ കർത്താവ് തൻ്റെ അടുക്കൽ വന്ന ഒരു രോഗിയോട് പോലും ഇതെൻ്റെ പിതാവ് നിന്നെ പരീക്ഷിക്കാൻ തന്നാന്ന് പറഞ്ഞില്ല. രോഗത്തെ കണ്ടോ വിട്ടുപോന്ന കൽപ്പിച്ചത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതേ സമയം അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുത്തു. താഴ്ത്തു വായിച്ചു. ഒരിക്കൽ അവൻ ഊമനായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. നോക്കൂ, ആ രോഗത്തിന്റെ പുറകിൽ എല്ലാ രോഗവും രോഗമാണ്, പക്ഷെ ചില രോഗങ്ങളൊരു ബാധയാണ്, ഒരു പൈശാചിക ശക്തിയാണ്. ഊമനായി അവനെ ഇരുത്തിയിരിക്കുന്ന പൈശാചിക ശക്തി വിട്ടുപോയപ്പോൾ അവൻ സംസാരിച്ചു. താഴ്ത്തു വായിക്കാം. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെസേബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. ചിലരിതിനെ വിമർശിച്ചു, പക്ഷെ കർത്താവ് തൻ്റെ സൗഖ്യ ശുശ്രൂഷ തുടർന്നുണ്ടായിരുന്നു. അടുത്തൊരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ ശിഷ്യന്മാരെ രോഗികളെ സൗഖ്യമാക്കാനൊക്കെ പറഞ്ഞയച്ചു. 70 പേരെ തിരഞ്ഞെടുത്ത് ഈരണ്ടായിട്ട് അയച്ചു. അതാണ് ലൂക്കോസ് 10-ന്റെ തുടക്കം. ഇവർ പോയി രോഗികളെ സൗഖ്യമാക്കി. മാത്രമല്ല, ഇവർ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. ഇവർ സന്തോഷത്തോടെ മടങ്ങി വന്ന് സാക്ഷ്യം പറയാം. ലൂക്കോസ് 10-17 മുതൽ വായിച്ചാട്ട്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്നും വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അപ്പൊ അതിൻ്റെ പാമ്പും തേളും തരത്തില്ല പിതാവെന്ന് ആദ്യം വേറെടുത്ത് പറഞ്ഞല്ലേ, ലൂക്കോസിൽ തന്നെ അല്ലേ? അപ്പൊ പാമ്പും തേളും എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് എന്തിനാ? പിശാചിടുന്ന പ്രശ്നങ്ങൾ, രോഗവും ദാരിദ്ര്യവും അല്ലേ? എന്നിട്ട് എന്താ ദൈവമക്കൾ പറഞ്ഞ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കുറേ ദൈവദാസന്മാർക്ക് അധികാരം കൊടുത്തെന്നല്ല, നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ പകൽ ഞങ്ങൾ കോഴിക്കോട് TV പ്രേക്ഷക മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. തുടർന്ന് മൈസൂർ, അതുപോലെ നിലമ്പൂരിന് സമീപം എടക്കര, മഞ്ചേരി ഇവിടെ TV പ്രേക്ഷക മീറ്റിംഗ് നടക്കുന്നു. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും നാളെ കോഴിക്കോട്ട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മറ്റന്നാൾ മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പലരുടെ അകത്ത് തങ്ങളുടെ രോഗസൗഖ്യം ദൈവഗീതമാണോ എന്നൊരു ചിന്തയുണ്ട്. കർത്താവെ, ഇഷ്ടമാണെങ്കിൽ സൗഖ്യമാക്കണേ, അങ്ങനെ പറഞ്ഞാൽ തന്നെ സൗഖ്യമാകാൻ ബുദ്ധിമുട്ടാണ്.
ഒരു കുഷ്ഠരോഗി മുട്ടുകുത്തിയിട്ട് പറഞ്ഞ, കർത്താവേ നിനക്ക് ഹിതമുണ്ടോ എന്നെ സൗഖ്യം? എനിക്ക് ഹിതമുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇതിനാ വന്നത്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞോളുക, ദൈവത്തിൻ്റെ ഇഷ്ടം ക്രിസ്തു മുഖേന ഇവിടെ വെളിപ്പെട്ടു. നിങ്ങളുടെ വിടുതലാ ദൈവഹിതം. യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി നല്ല ആരോഗ്യവാനായി മരിക്കണം. അതാണ് ദൈവത്തിൻ്റെ, അതാണ് പരിശുദ്ധാത്മാവുള്ളവൻ്റെ പ്രാർത്ഥന. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഇനി ഈ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ രോഗം ദൈവം തന്നൊരു ചിന്തയുണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ, അവൾ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവളെ സൗഖ്യമാക്കി. അവിടെ വ്യക്തമാണ് ആക്കി പറയുന്നു, ആ രോഗം കേവലം ഒരു ഓർത്തോ പ്രശ്നമല്ലായിരുന്നു. ആ കൂന്, അതിൻ്റെ പുറകിലൊരു ബാധയുണ്ടായിരുന്നു. പല ഡോക്ടർമാരും ഇത് സമ്മതിക്കും. നിശ്ചയമായിട്ടും ഡോക്ടർമാർ വലിയ സേവനമാണ് ചെയ്യുന്നത്. പല രോഗങ്ങളും ചികിത്സിച്ചാൽ സൗഖ്യമാവും. ചില സൗഖ്യഭാഗത്തിൽ അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതൊരു ബാധയാണ്. വായിച്ചാട്ടെ. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. രോഗാത്മാവായിരുന്നു, അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത വാക്യം. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവീൻ. ശബത്തിന്റെ നിയമം അനുസരിച്ച് യഹൂദന്മാരുടെ ശബത്തിന്റെ ജോലിയൊന്നും ചെയ്യാൻ പറ്റും. രോഗശാന്തി മുതലായ ജോലിയൊന്നും ഇപ്പം ചെയ്യരുത്. ശനിയാഴ്ച സൗഖ്യമാക്കരുത്, ഒരു ദിവസം കൂടെ രോഗിയായിട്ട് ഇരിക്കട്ടെ എന്ന് അവർ പറയും. അടുത്ത വാക്യം. കർത്താവ് അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്നെ. നിങ്ങൾ ആത്മീയതയാന്ന് പറഞ്ഞ് മനുഷ്യന്റെ തോളിൽ വലിയ നുകം കയറ്റി വെക്കുക, ഇതൊന്നുമല്ല ദൈവത്തിന്റെ പദ്ധതി. കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കൊടുക്കുന്നില്ല. അന്നേരം നിങ്ങളുടെ ശബത്തിന്റെ നിയമം നിങ്ങൾക്ക് ബാധകമല്ലല്ലോ. അടുത്ത വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന. അപ്പൊ ഈ 18 സംവത്സരമായി രോഗം എന്താന്നാ യേശു പറയുന്നത്? സാത്താന്റെ ബന്ധനം. അതോ പിതാവ് കൊടുത്താന്നാണോ പറഞ്ഞേ? എനിക്ക് തോന്നുന്നു ആ പള്ളിയിലെ പരീശന്മാരും ശാസ്ത്രിമാരും പ്രസംഗിച്ചത്, ഇത് കർത്താവ് സഹോദരിക്ക് തന്നതാകട്ടോ ഈ കൂന്, അത് വെച്ച് സ്തോത്രം ചെയ്താട്ടെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവ് കൊടുത്തതല്ല, പിശാച് 18 സംവത്സരമായി ബന്ധിച്ച അബ്രഹാമിൻ്റെ മകളായി ഇവളെ ഞാൻ ശബത്ത് നാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ? അതാ യേശു. ഇന്ന് പകലും ആ കർത്താവിൻ്റെ അത്ഭുത വിടുതൽ ശരീരത്തിൽ, ആത്മാവിൽ, സാമ്പത്തികത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കരങ്ങൾ തട്ടി, വായ് തുറന്ന്, ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അവൾ ക്ഷണത്തിൽ സൗഖ്യമായി. അവിടെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അബ്രഹാമിൻ്റെ മകളായി ഇവളെ എന്തിനാണെന്നറിയാം അവരോട് പറഞ്ഞ്. നിങ്ങളെല്ലാ ആഴ്ചയും പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇവൾ അബ്രഹാമിൻ്റെ മകളാണെന്നും അബ്രഹാമിൻ്റെ മകളുടെ പദവിയൊക്കെ ഉള്ളവളാണെന്നും കുടുംബശ്രേഷ്ഠതയൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നാൽ അബ്രഹാമിനോട് യഹോവയാം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാവും. അതെന്നാ പറഞ്ഞു കൊടുക്കാഞ്ഞേ? സ്തോത്രം, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ആ നല്ല മനസ്സ്, തൻ്റെ ജനത്തിൻ്റെ വിടുതൽ ആഗ്രഹിക്കുന്ന അത് തന്നെയാ പ്രിയപ്പെട്ടവരെ പിതാവ്. പുത്രനിൽ വെളിപ്പെട്ടതാണ് പിതാവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. പല ക്രൈസ്തവരുടെ പോലും മനസ്സിലിരിക്കുന്ന പിതാവ് ഇച്ചിരി ക്രൂരനാന്ന്. എന്തൊരു മണ്ടത്തിന്. പഴയ നിയമത്തിൽ എന്തൊക്കെയോ വായിച്ചിട്ട്, പഴയ നിയമത്തിലേത് പിതാവും യേശു പുത്രനും അങ്ങനെ ചില വിചാരിക്കും. അടുത്തിരിക്കുന്ന ദൈവം ഒന്നേ ഉള്ളെന്ന് പറ. ദൈവത്തിൻ്റെ സ്വഭാവം ഒന്നേ ഉള്ളൂ. എന്നാൽ ന്യായപ്രമാണ കാലത്ത് മോശയ്ക്കും പിതാക്കന്മാർക്കും ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടില്ല. ദൈവം എത്ര പറഞ്ഞിട്ടും അവർക്ക് പിടികിട്ടിയില്ല. പൊട്ടക്കണ്ണന്മാർ ആനെ കണ്ടതുപോലെ ഒരു ഭാഗമേ അവർക്ക് പിടികിട്ടിയുള്ളൂ. എന്നാൽ അതുകൊണ്ടാണ് ദൈവം തീരുമാനിച്ച് ഇവരൊന്നും പറഞ്ഞിട്ട് ഒക്കുന്നില്ല, ഞാൻ തന്നെ ഇറങ്ങി ചെല്ലുക. യഹോവയാം ദൈവം ഇറങ്ങി വന്നു, പിതാവ് ഇവിടെ ഇറങ്ങി വന്നു. മോശ പറഞ്ഞു കുഷ്ഠരോഗിയെ ദൈവം വെറുക്കുന്നെന്നാ മോശയ്ക്ക് പിടികിട്ടിയത്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നെന്ന, പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന. എന്നാൽ ഇവിടെ ഇതാ യഹോവയാം ദൈവം പിതാവ് ഇറങ്ങി വന്നപ്പോൾ കുഷ്ഠരോഗിയെ പുണരുന്നു, അവന് സൗഖ്യം കൊടുക്കുന്നു, പാപിയെ തൊടുന്നു, പാപിയെ വിടുവിക്കുന്നു. യേശുക്രിസ്തുവിലാ ദൈവത്തിന്റെ പൂർണ്ണത. അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്.
ഞാൻ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുന്നു, എഴുത്തുകാരെ ബഹുമാനിക്കുന്നു. പക്ഷെ അവര് ഇന്ന് ഈ പ്രസംഗം കേട്ടാൽ എനിക്ക് കൈ തന്നിട്ട് പറയും, നീ ആ വിഷയം പറഞ്ഞു. ഇവിടെ ഇതാ മോശയിലും ശ്രേഷ്ഠൻ, ഇവിടെ ഇതാ യോനയിലേക്കായി വലിയവൻ, ഇവിടെ ഇതാ ദൂതന്മാരിലും ശ്രേഷ്ഠൻ, ഇവിടെ ഇതാ യോശുവേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ, ഇവിടെ ഇതാ ദാവീദ് കർത്താവേ എന്ന് വിളിച്ചവൻ. ഈ കർത്താവിനെ ആർപ്പോടെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയാം. ഒന്ന് രണ്ട് പേരുടെ പറയാം, യേശുവിനെ അറിയാം. Know Jesus to know God. ദൈവത്തെ അറിയുവാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ വർഷമായിട്ട് ഇവരുടെ കണ്ണിന് കാഴ്ചക്കുറവായിരുന്നു, വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ബൈബിള് വായിച്ച് പൂർണ്ണമായി കാഴ്ച തിരികെ. 4 വർഷം കൊണ്ട് ഞാൻ ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു. ഞാൻ സൈൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പേരെഴുതി ഒപ്പിടുന്നത് കൊണ്ട് എനിക്ക് അറിയത്തുള്ളൂ, അല്ലാതെ അതെന്താന്ന് പോലും വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. സൈൻ ചെയ്യുമ്പോഴും കാണാൻ വയ്യ. ആ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ ആ സൈൻ ചെയ്യത്തുള്ളായിരുന്നു 3-4 വർഷം കൊണ്ട്. പക്ഷേ ഞാൻ ഒരു 9 വർഷത്തിന് മുൻപേ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് 33 വയസ്സുണ്ട്, അതിൽ 3 വയസ്സും കൂടെ കൂടി ആൾക്കാരുടെ കാഴ്ചക്കുറവായി എനിക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വാശിയായിരുന്നു, കർത്താവിൻ്റെ സൗഖ്യം മതി എനിക്ക്, ഞാൻ കണ്ണാടി വെക്കത്തില്ല എന്ന്. ഞാൻ ഇവിടെ പ്രയറിനൊക്കെ പോകുമ്പം, ഞാൻ പ്രയർ സെല്ലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ലീഡറിനോടൊക്കെ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ബൈബിള് വായിക്കില്ല. അപ്പോൾ കൂട്ടത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഗ്ലാസ് വെക്കത്തില്ല, കർത്താവ് തരുന്ന സൗഖ്യം മതി, അത് എന്നായാലും എനിക്കറിയാം അവിടുന്ന് തരുമെന്ന്. അത് ഇന്ന് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എൻ്റെ കണ്ണിലൊരു ടോർച്ച് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ പിന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വായിക്കാൻ പറ്റുമെന്ന്, വ്യക്തമായിട്ട് കാണാം, വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും. വ്യക്തമായിട്ട് വായിക്കാം. വ്യക്തമായിട്ട് ഞാൻ വായിക്കും. കർത്താവ് ടോർച്ചടിച്ച് സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ 3-4 വർഷമായിട്ട് എനിക്ക് നടുവേദനയും കാലുമുട്ടുവേദനയായിരുന്നു. ഒരുപാട് ചികിത്സകളെല്ലാം ചെയ്തു. ആയുർവേദത്തിൽ പോയി കിടന്നു കുറേ ദിവസം, എന്നിട്ടൊന്നും മാറിയില്ല. ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര നടുവേദന, നടന്നു വരാൻ വയ്യ. ഇപ്പം നോക്കിയപ്പോൾ കുനിയാനും മുട്ടുവേദനയും ഒക്കെ മാറി. പ്രാർത്ഥന കണ്ണ് ആന്റി തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? എൻ്റെ മേലിൽ എന്തോ ഒരു പെരുപ്പ് പോലെ എനിക്കങ്ങ് തോന്നി, കൈയൊക്കെ അങ്ങ് പെരുത്തതുപോലെ തോന്നി ഈ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുനിഞ്ഞു നോക്കി മുട്ടുവേദനയൊന്നും ഇല്ല ഇപ്പോൾ, ഒരു വേദന. പിന്നെ കണ്ണിന് കാഴ്ച കിട്ടി. ഈ ആളുകളെല്ലാം നിൽക്കുന്നത് കാണാം, അവിടെ ഇരുന്നാൽ എനിക്ക് കാണത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കണ്ണാടി ഇപ്പം മാറ്റി വെച്ച് നോക്കിയപ്പോൾ എല്ലാവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നു. 2 അത്ഭുത സൗഖ്യങ്ങളാണ് മകൾക്ക് ലഭിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞാൽ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും, എനിക്ക് കണ്ണ് കാണാൻ വയ്യ, കണ്ണാടി വെച്ചാലും കാണുന്നില്ല, ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു പോകണ്ടാന്ന്. അപ്പോൾ പറഞ്ഞ് അടുത്ത് എൻ്റെ കൂട്ടുന്നവർ എന്നെ വിളിച്ചുകൊണ്ട് വന്ന ഗീത എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വന്നു, അത്ഭുത സൗഖ്യമായി പോവുക. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ യേശു നമ്മുടെ സമീപമുണ്ട്. അത്ഭുത വിടുതലുകൾ, സൗഖ്യങ്ങൾ കർത്താവ് നമുക്ക് തരാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുണ്ടാകട്ടെ. ഈ യേശുവിനെ ഒന്നുകൂടെ അടുത്തറിയുവാൻ, അതുവഴി ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദിവസം തോറും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ, ഞങ്ങളുടെ ഭവനങ്ങൾ ഐശ്വര്യപൂർണ്ണമാകുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ നിറയുവാൻ, ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കണം. ഹൃദയത്തിലെ ആദി ഭയങ്ങൾ വിട്ടുമാറട്ടെ. ചില വ്യക്തികൾ വലിയ ഭയത്തിലും ആധിയിലും ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം പ്രാപിച്ചുകൊള്ളുക. കർത്താവ് കൈകളിൽ വഹിക്കും. പൂർണ്ണ വിടുതലാകട്ടെ. ശാരീരിക രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. വർഷങ്ങളായി പല കഷായങ്ങൾ, പല മരുന്നുകൾ ചെയ്തിട്ട് മാറുന്നില്ലായിരിക്കാം. മരുന്ന് മോശമായതുകൊണ്ടല്ല, ചില രോഗങ്ങളുടെ മുമ്പിൽ മരുന്നിന് ചെയ്യാൻ പറ്റാത്തിടത്ത് യേശുവിൻ്റെ അത്ഭുതകരം സൗഖ്യം തരും. ഒന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗപ്രയാസം വിട്ടുമാറട്ടെ. ആ കടഭാരങ്ങൾ, കുടുംബജീവിത പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, വിദ്യാഭ്യാസം, അതിലെല്ലാം വിടുതലുണ്ടാകട്ടെ. കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി,
ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ എല്ലാ ഭരണ നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന വചനപ്രകാരം ഞങ്ങളുടെ ദേശം അനുഗ്രഹമാകട്ടെ. എല്ലാ വേണ്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കണമേ, സമാധാനം പുലരണമേ. യേശു കർത്താവിൻ്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും നാളെ കോഴിക്കോട്ട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മറ്റന്നാൾ മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10-ന് ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം സെപ്റ്റംബർ 25 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ സെപ്റ്റംബർ 26 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. चांदी का राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम